ഹായ് ഓൾ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയ കാർഡ് അത് എൻഡാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ അധ്യായം അവസാനിക്കുന്ന ഒരു സമയമാണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പരമായിട്ടായിരുന്നാലും നിങ്ങളുടെ മാനസികാവസ്ഥ ആയിരുന്നാലും ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോയിരുന്നൊരു അവസ്ഥയായിരുന്നാലും കഷ്ടപ്പാടുകൾ, സാമ്പത്തിക പ്രതിസന്ധി അങ്ങനെ എന്തുമാകാം, അതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട് അങ്ങനെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളായിരുന്നാലും അവരാൽ ഒഴിവപ്പെട്ടതായിരുന്നാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരുന്നാലും അതിനെല്ലാം ഒരു അവസാനം വരുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ ഈ അവസ്ഥകളെയെല്ലാം തന്നെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയേണ്ടതും വിധിയെ പഴിക്കുന്നതൊക്കെ നിർത്തുക എന്നുള്ളതുമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ജീവിതം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളിലോട്ട് പ്രവേശിക്കുവാൻ വേണ്ടി നിങ്ങൾ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്ത് പുതിയ നിങ്ങളുടെ ലൈഫിനെ സ്വീകരിക്കാൻ വേണ്ടി മാനസികമായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ്. അടുത്തത് ഡിവൈൻ ദർശനാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ഭഗവാൻ കൂടെ ഉണ്ടാകും, ഒരു താങ്ങും തണലായിട്ടും കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ അത് കാണാനോ അറിയുവാനോ കഴിയുന്നില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു മിറാക്കിൾ കൊണ്ടുവരാൻ നിങ്ങളിൽ തന്നെ ഭഗവാൻ വസിക്കുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കാനും ക്ഷമയോടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും കാത്തിരിക്കാനുമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. അടുത്തത് ബിലീഫാണ്. നിങ്ങളുടെ വിശ്വാസം, അതായത് ഭഗവാനിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കുക എന്നതാണ് അടുത്ത മെസ്സേജ്. എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടെന്നും അതിൽ ഉറച്ചു വിശ്വസിക്കാനും നിങ്ങളുടെ വിശ്വാസം അതിനൊരു ബലം കൂട്ടും എന്നുമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോകുക, അതിനുള്ള ധൈര്യം കാണിക്കുക, നിങ്ങൾ എടുക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ശേഷം നിങ്ങൾ ഭഗവാന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡിവൈൻ ടൈമിൽ വിശ്വസിക്കുക. അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ശേഷം ലെറ്റ് ഗോ ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ബാക്കി ഭഗവാൻ നോക്കിക്കോളും. നിങ്ങൾ വിശ്വസിക്കുക, ആ ഒരു പ്രോസസ്സിനെ വിശ്വസിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. നമുക്ക് കിട്ടിയ ഗീത കാർഡിൽ ഓഫറിംഗ് വർക്ക് ടു ഗോഡ്, പിന്നെ ഗോഡ്സ് ട്രാൻസെൻഡൽ ഫോം ആൻഡ് ലൈറ്റ് ഓഫ് നോളജ്, 3 കാർഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിം മീനിങ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാനിൽ സറണ്ടർ ചെയ്യുക എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ ഭഗവാനോടുള്ള ഒരു സേവയായിട്ട്, സർവീസാക്കി കണക്കാക്കി ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ടെൻഷനിൽ നിന്നും ഫ്രീ ആകുക, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ബാക്കി ഭഗവാൻ നോക്കിക്കോളും. ആദ്യം നിങ്ങളുടെ കർത്തവ്യങ്ങൾ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് ചെയ്ത ശേഷം അത് ഭഗവാനോട് ചെയ്യുന്ന ഒരു സേവ എന്നുള്ളൊരു മനോഭാവത്തോടെ ഭഗവാനിൽ സ്വയം സമർപ്പിക്കുക. റിസൾട്ട് എന്താകും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ശാന്തവും സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങളിലൊരു മിറാക്കിൾ സംഭവിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. പിന്നെ നിങ്ങൾ ധർമ്മം പരിരക്ഷിക്കാനായി പ്രവർത്തിക്കണം എന്ന് ഇവിടെ മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നും ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ധർമ്മം പരിപാലിക്കുന്നതിനാലും അത് കാത്തു സൂക്ഷിക്കുന്നതിനാലും തന്നെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു വഴികാട്ടിയായി ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് കേട്ടോ. പിന്നെ ലൈറ്റ് ഓഫ് നോളജ്, ഭഗവാനെ വിശ്വസിക്കുന്നവർക്ക്, ഭഗവാന്റെ മിറാക്കിളിലെല്ലാം വിശ്വാസം അർപ്പിക്കുന്നവർക്ക് ഭഗവാൻ വിസ്ഡത്തിൻ്റെ ഒരു ലൈറ്റ് പകർന്നു തരുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത്. കൺഫ്യൂഷനൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്യണം, എങ്ങനെയാകും എന്നുള്ള ഒരു ടെൻഷനൊക്കെ നിങ്ങളെ അലട്ടുന്നു എങ്കിൽ നിങ്ങളിലോട്ട് ഉടനെ തന്നെ അതിനുള്ളൊരു പോംവഴിയായിട്ട് ആ ഒരു ലൈറ്റ് ഉടനെ തന്നെ നിങ്ങളിലോട്ട് വരുന്നതാണ്. ഭഗവാൻ അത് വർഷിച്ചു തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സയൻസിലൂടെയും അതുപോലെ തന്നെ മെസ്സേജസോ അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സൺ വഴിയോ നിങ്ങൾക്ക്
ആ ലൈറ്റ് നിങ്ങളിലോട്ട് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ്. നിങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, ധൈര്യപൂർവ്വം അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക, ശേഷം എല്ലാം ഭഗവാനിൽ സറണ്ടർ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഭഗവാന് വിട്ടുകൊടുക്കുക, ഭഗവാൻ നോക്കിക്കോളും. പിന്നെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഭഗവാൻ ഉറപ്പായിട്ടും നിങ്ങളിലോട്ട് പ്രകാശം നിറയ്ക്കുന്നതാണ്. അത് ഏതെങ്കിലും വ്യക്തികൾ നിമിത്തമോ അല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സേജ് നിമിത്തമോ ഈ ഇൻഡ്യൂഷൻ വഴിയോ അല്ലെങ്കിൽ സ്വപ്നം വഴിയോ നിങ്ങൾക്ക് ഭഗവാൻ അതിനുള്ള അഡ്വൈസ് തരുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.